ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നാളെ സഭ ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവശാസ്ത്ര അഭ്യസനം എന്ന വിഷയമാണ്. അതിനാധാരമായി നൽകിയിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദൈവശാസ്ത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ടാവാം. ദൈവശാസ്ത്രമൊക്കെ സെമിനാരിയിൽ പഠിക്കേണ്ടതല്ലേ? അച്ഛന്മാരാകുന്നവരും ഷമ്മാശന്മാരാകുന്നവരും സുവിശേഷകരാകുന്നവരുമൊക്കെ അവർക്കുള്ളതല്ലേ ദൈവശാസ്ത്രം? ഞങ്ങൾ അൽമായർക്ക് എന്ത് ദൈവശാസ്ത്രം? ഞങ്ങളൊക്കെ വേദപുസ്തകം വായിക്കുന്നു, പഠിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ദൈവശാസ്ത്രം അറിയില്ല, അറിയുകയും വേണ്ട. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ചില പതിവ് പല്ലവികളാണ്. എന്നാൽ എന്താണ് ദൈവശാസ്ത്രം? വാസ്തവത്തിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും ദൈവശാസ്ത്രമാണ്. എന്നാൽ സഭയായി ദൈവശാസ്ത്ര അഭ്യസനം എന്ന വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി നാം ആ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ കണ്ണിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ കാണാനും മനസ്സിലാക്കാനുമുള്ള നമ്മുടെ സന്നദ്ധതയുടെ പേരാണ് ദൈവശാസ്ത്ര അഭ്യസനം. ഒരിക്കൽ കൂടെ പറയാം, ദൈവവചനത്തിൻ്റെ കണ്ണിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ കാണാനും മനസ്സിലാക്കാനുമുള്ള സന്നദ്ധതയുടെ പേരാണ് ദൈവശാസ്ത്ര അഭ്യസനം. ഇന്ന് വായിക്കുന്ന ധ്യാനിക്കുന്ന വേദഭാഗത്ത് 4 തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയി. ചിലത് വഴിയരികെ വീണു, ചിലത് റോഡരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു എന്നൊക്കെ പറയും. റോഡരികിൽ വീണു എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്ര അഭ്യസനത്തെ ഒരു ശബ്ദ മലിനീകരണമായി, ഒരു വലിയ ബഹളമായി ഒക്കെ കാണുന്ന ഒരനുഭവം. അതല്ല ദൈവശാസ്ത്ര അഭ്യസനം. പാറപ്പുറത്ത് വീഴുക വളരെ പെട്ടെന്നുള്ള ഒരു പ്രതികരണമാണ്. അതൊരു വൈകാരിക മലിനീകരണമല്ല ദൈവശാസ്ത്ര അഭ്യസനം. മറ്റേത് മുള്ളിനിടയിൽ വീഴുന്നതാണ്. കേവലമായ ചില ധാരണകളുടെ മുൻധാരണകൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങുന്ന ഒരു ബൗദ്ധികമായ മലിനീകരണമല്ല ദൈവശാസ്ത്ര അഭ്യസനം. ദൈവശാസ്ത്രം എന്നത് നല്ല നിലം പോലെയാണ്. അത് ഒരു ആന്തരിക വിശ്വാസ വ്യവസ്ഥയാണ്. അതൊരു ഇന്റേണൽ ബിലീഫ് സിസ്റ്റമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥിതിയിൽ മാത്രമാണ് ദൈവശാസ്ത്രം രൂപപ്പെടുന്നതും വചനം ശരിയായി മനസ്സിലാക്കപ്പെടുന്നതും വചനം ഫലം കായ്ക്കുന്നതും. ദൈവശാസ്ത്രം എന്നത് ഒരു ആന്തരിക വിശ്വാസ വ്യവസ്ഥയാണ്. അങ്ങനെയുള്ള നല്ല നിലങ്ങളായി മാറുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ.